ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ട്രോഫി ആറാമതും സ്വന്തമാക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയുമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിരിക്കുകയാണല്ലോ PBKs. പഞ്ചാബ് കിങ്സ് RCBയുമായിട്ട് നാളെ ഫൈനൽ കളിക്കാനും പോവുകയാണ്. ക്വാളിഫയർ 2-ൽ ഇന്നലെ MIയെ 5 വിക്കറ്റിനാണ് ശ്രേയസ് അയ്യരും സംഘവും തകർത്തിട്ടുണ്ടായിരുന്നത്. 2016 ശേഷം ആദ്യമായി PBKs ഒരിക്കൽ കൂടി ഫൈനൽ കളിക്കാനും പോകുന്നു. RCBയുമായിട്ടുള്ള ക്വാളിഫയർ 1 തോറ്റ സമയത്ത് PBKസിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞങ്ങൾ പോരാട്ടം മാത്രമേ തോറ്റിട്ടുള്ളൂ, യുദ്ധം തോറ്റിട്ടില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായി കളിക്കളത്തിൽ ഇന്നലെ കാണിച്ചു തരുന്ന അയ്യർ ദി ഗ്രേറ്റ് ക്യാപ്റ്റനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നലത്തെ മത്സരം കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഏത് ടൈമിൽ കൊണ്ട് എറിയിപ്പിച്ചാലും മുംബൈ ഇന്ത്യൻസിന് ബ്രേക്ക് ത്രൂ നേടിക്കൊടുക്കുന്ന ജസ്പ്രീത് ബുംറ ഇന്നലത്തെ മത്സരത്തിൽ ജോഷ് ഇംഗ്ലീഷിനെതിരെ 20 റൺസൊക്കെ ഒരു ഓവറിൽ വാങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമായിരുന്നു. കാരണം ബുംറയെ പോലൊരു ബോളറിൽ നിന്നും അങ്ങനെ ഒരു കാഴ്ച വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. മാത്രവുമല്ല പിന്നീടുള്ള ഓവറുകളിലും എണ്ണം പറഞ്ഞ ചില യോർക്കറൊക്കെ ബുംറയിൽ നിന്നും വന്നുവെങ്കിൽ കൂടി അദ്ദേഹം വിക്കറ്റ്ലെസ് ആയിപ്പോയി, അത്യാവശ്യം റൺസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കൃത്യമായി കൊണ്ട് പഞ്ചാബ് കിങ്സ് ക്യാപിറ്റലൈസ് ചെയ്തതെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറയുടെ എണ്ണം പറഞ്ഞ കിടിലൻ യോർക്കറുകളെ സ്റ്റംപിന് ഇഞ്ചുകൾക്ക് മുന്നിൽ നിന്ന് ബൗണ്ടറിയിലേക്ക് പായിക്കുന്ന ശ്രേയസ് അയ്യറിന്റെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ടൈമിംഗ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. മുംബൈ ഇന്ത്യൻസ് മിച്ചൽ സാൻഡറിനെ പോലെയുള്ള ഒരു ലോകോത്തര ബോളറെ യൂസ് ചെയ്ത രീതി പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് വെറും 2 ഓവറുകൾ മാത്രം എറിയിച്ചതെന്നുള്ളതും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഏതായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചത് കൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ശ്രേയസ് അയ്യറിനെതിരെ റീസ്റ്റോപ്പിലെ തുടർച്ചയായി 3 സിക്സറുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഓവറും കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മത്സരത്തിന്റെ ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു. ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാമത്തവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.